ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കുന്നത് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ പല വീഡിയോകളിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇംഗ്ലീഷ് വളരെ വേഗം എയുടെ സഹായത്താൽ പഠിക്കാം എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. വളരെ ചുരുക്കി വിവരിക്കാം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മറിച്ച് പരിശീലിച്ചെടുക്കേണ്ടുന്ന ഒരു കഴിവാണ്. ഒന്ന്, അതൊരു സ്കില്ലാണ്. ആ സ്പീക്കിംഗ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്താൽ മാത്രമേ സാധിക്കൂ. ആ രണ്ട് വിഷയങ്ങൾ മാത്രമേ ഞാനിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഒന്ന്, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക, ഗുരുവിൻ്റെ അടുത്തിരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ഗുരുവെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാകണമെന്നില്ല, മറിച്ച് ഈ ലോകഭാഷയായ വണ്ടർഫുൾ ഗ്ലോബൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഗുരുവിൻ്റെ അടുത്തിരുന്നാൽ മതി. ഉപനിഷത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ മാത്രമേ നമുക്കതിനെ സ്വാംശീകരിച്ചെടുക്കുവാനായിട്ട് കഴിയും. അപ്പം ആദ്യം ചെയ്യേണ്ടുന്ന പ്രവൃത്തി ആരെയാണോ നമ്മൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ സ്വായത്തമാക്കാൻ പോകുന്നത് അതിനോട് ചേർന്നിരിക്കുക എന്ന് തന്നെയാണ്. അതായത് to get a fluency or a proficiency in this beautiful language, one has to sit beside. Beside means just near to it. അതായത് ഇംഗ്ലീഷ് ഭാഷയുമായി ചേർന്നിരിക്കുക. എപ്പോഴൊക്കെ സമയം കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വായിക്കുകയോ, ഇംഗ്ലീഷിൽ വായിക്കുകയോ, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുകയോ, അല്ലെങ്കിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ, ആ ഇംഗ്ലീഷിൻ്റെ അറ്റ്മോസ്ഫിയർ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഇതിലെ വിജയത്തിലെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എത്ര സമയം നിങ്ങൾ എല്ലാവർക്കും 24 hours, all people they have 24 hours in their life. അപ്പോൾ അങ്ങനെ കരുതുമ്പോൾ നമുക്കും 24 hours ഉണ്ട്. ഈ 24 hours നമ്മൾ എത്ര സമയം ഇംഗ്ലീഷ് ഭാഷയുടെ അടുത്തിരിക്കുന്നു എന്നുള്ള ഉപനിഷത്തായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഭാഷയിലെ പുരോഗതി ഉണ്ടാകാൻ പോകുന്നത്. രണ്ട്, ഉപാസന. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. ഡിവോഷൻ ഉണ്ടാകണം, അർപ്പണം, നമ്മളെ തന്നെ അങ്ങ് അർപ്പിക്കണം. എങ്കിൽ മാത്രം വർഷിപ്പ് ഉണ്ടാവണം. ആ ഒരു ഭാഷയുടെ ഒരു ആരാധന ഉണ്ടാവണം. അതിനുമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് പ്രാക്ടീസ് ചെയ്യലാണ് ഉപാസന എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല. പക്ഷേ അവരൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയത്തെക്കുറിച്ചും അവർക്ക് ഒന്ന് സംസാരിക്കുവാൻ 1, 2, 5, 6 സെൻറ്റൻസുകൾ ഉണ്ടാക്കുവാൻ കഴിയും. ആ സെൻറ്റൻസുകളിൽ തന്നെ അവർ 5 രീതികളിൽ ആ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യണം ഡെയിലി. ഓരോ ദിവസവും ഒരു 10 സെൻറ്റൻസ്, അത് അസർട്ടീവ് ഫോമിൽ, 10 സെൻറ്റൻസ് നെഗറ്റീവ് ഫോമിൽ, 10 സെൻറ്റൻസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിൽ, ചോദ്യങ്ങൾ ചോദിക്കുന്ന രൂപത്തിൽ, 10 സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, 10 സെൻറ്റൻസ് ഇമ്പരറ്റീവ് സെൻറ്റൻസ്, ആജ്ഞാല അപേക്ഷയൊക്കെ കൊടുക്കുന്ന രീതിയിൽ. അങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരാൻ നേരത്തെ 5 തലങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്നൊരു സ്കില്ലുണ്ട്. അത് പയ്യെ നമുക്കത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിച്ച് വെക്കും. അത് നമുക്ക് ആവശ്യമാകുന്ന സമയത്ത് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ 2 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഗ്യാരണ്ടി പറയാവുന്നൊരു സംഗതിയേ ഉള്ളൂ, നിങ്ങൾക്ക് 1.5 മാസം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് ചുരുങ്ങി 1 മണിക്കൂറായാൽ അത് സ്വാഭാവികമായിട്ടും 3 മാസമാകും. അത് അരമണിക്കൂറോ 10 മിനിറ്റോ ഒക്കെ ആണ് നിങ്ങൾ അതിനു വേണ്ടി ചിലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ദൈർഘ്യം കൂടി വരും. അപ്പോൾ കൂടുതൽ സമയം ഉപനിഷത്തായിരിക്കുക, കൂടുതൽ സമയം ഇംഗ്ലീഷ് ഭാഷയിൽ ഉപാസന ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമ്മളുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രാക്ടീസിനൊരു വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അവനെ സംസാരിപ്പിച്ചെടുക്കുവാനുള്ള കഴിവുകൾ നമ്മൾ വൊക്കാബുലറിയിലൂടെ, നിങ്ങൾക്കറിയാം ഒരു ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അതിൻ്റെ പദസമ്പത്താണ്, വൊക്കാബുലറിയാണ്. വൊക്കാബുലറിയിലൂടെ അദ്ദേഹത്തെ എന്താണ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കും. അതിലൂടെ മാത്രമേ ഇംഗ്ലീഷിലൊരു ഫ്ലുവൻസി, അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത് പോലെ സംസാരിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഫോൺ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. നമുക്ക് തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ളൊരു ക്ലാസ് ഏറ്റവും മിതമായ ഫീസിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. ഐ ആം സോണിനാഥ്, സോണീസ് ഇംഗ്ലീഷ്. ബൈ.